കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സമുദായങ്ങൾക്കും സാമുദായിക സമവാക്യങ്ങൾക്കും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കാലമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പുകളുടെ കാലമായിരുന്നു. ഇനി വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമാണ്. ശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ 2 വർഷത്തിനിടയിൽ 3 പ്രധാന തെരഞ്ഞെടുപ്പുകളെയാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സമുദായങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. സ്വാഭാവികമായും 3 മുന്നണികളും തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന എല്ലാ സമുദായ വോട്ടുകളും നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അതത് സമുദായത്തിൽപ്പെട്ട നേതാക്കളെ ഉയർത്തി കാണിക്കുവാനുമുള്ള ശ്രമങ്ങളുണ്ട്. ആദ്യം BJPയിൽ നിന്ന് തുടങ്ങാം. BJPയെ സംബന്ധിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മറ്റ് സമുദായങ്ങൾക്കൊന്നും തന്നെ പ്രാധാന്യം നൽകിയിരുന്നില്ല. യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് ഹിന്ദു സമുദായ വോട്ടുകളായിരുന്നു. അതിനുള്ള പ്രധാന കാരണം ശബരിമല വിഷയം കേരളത്തിൽ കത്തി നിൽക്കുന്ന സാഹചര്യമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ആ അജണ്ട കേരളത്തിൽ ഒട്ടും തന്നെ പ്രാവർത്തികമായില്ല എന്ന് വേണം പറയാൻ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ അതേസമയം കോൺഗ്രസിൻ്റെ തുറുപ്പ് ചീട്ടായ മൃദു സമീപനം അത് യഥാർത്ഥത്തിൽ വിലപ്പോവുകയും ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഹൈന്ദവ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും ഏറെ സ്വരൂപിക്കാനും സാധിച്ചു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു സാമുദായിക വികാരം പൊട്ടിപ്പുറപ്പെട്ടതുകൊണ്ട് തന്നെ വലിയ ഒരു ഹൈന്ദവ വോട്ടിൻ്റെ ചോർച്ചയും സംഭവിച്ചു. ശേഷം നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യം വെച്ചത് ക്രൈസ്തവ വോട്ടുകളെയാണ്. ക്രൈസ്തവ വോട്ടുകളെ ലക്ഷ്യം വെക്കാനായി BJP മുന്നോട്ട് വെച്ചിരുന്ന ചില ക്രൈസ്തവ നേതാക്കളും ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമൻ PC ജോർജാണ്, മറ്റൊന്ന് അനിൽ ആൻ്റണിയാണ്, പിന്നെ PJ കുര്യൻ തുടങ്ങിയ നേതാക്കളാണ്. ഇവരെല്ലാം തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് BJP ലക്ഷ്യം വെക്കുന്നത് ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണമാണ്. അതിൻ്റെ ഭാഗമായി ക്രൈസ്തവ ഭവന സന്ദർശനവും ക്രൈസ്തവ മതനിരപേക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചകളെല്ലാം തന്നെ BJP ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി BJPയെ സംബന്ധിച്ച് പ്രത്യക്ഷത്തിൽ വലിയ മാറ്റമില്ല എങ്കിലും അടിസ്ഥാന തലത്തിൽ ഒരു നേരിയ ബേസ് ഉണ്ടാക്കാനായി അഥവാ വലിയ ഒരു അടിത്തറയുണ്ടാക്കാനായി സാധിച്ചു എന്നും വിലയിരുത്താം. ഇനി വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ തങ്ങൾക്ക് അനുകൂലമാക്കി തങ്ങളുടെ അടിസ്ഥാന വോട്ടുകളെല്ലാം തന്നെ ഭദ്രമാക്കുക എന്നത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പ്രധാന വോട്ട് ബാങ്ക് എന്നതാണ് ക്രൈസ്തവ വോട്ടുകൾ. ആ ക്രൈസ്തവ വോട്ടുകൾ BJPയുടെ ഈ ക്രൈസ്തവ ഏകീകരണം വന്നു കഴിഞ്ഞാൽ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് എന്ന ആശങ്ക കോൺഗ്രസിന് നല്ല പോലെയുണ്ട്. PC ജോർജിനെയാണെങ്കിലും PJ കുര്യനെയാണെങ്കിലും അനിൽ ആൻ്റണിയെയാണെങ്കിലും മുൻനിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ BJP കളിക്കുന്ന കളി അത് കോൺഗ്രസിന് വലിയ മങ്ങലേൽപ്പിക്കുന്നുണ്ട്, വലിയ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് KPCC പുനർനിർണയമാണെങ്കിലും DCCയിലെ മാറ്റമാണെങ്കിലും കോൺഗ്രസ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ക്രൈസ്തവ നേതാക്കളെ തന്നെയായിരിക്കും. അതായത് ക്രൈസ്തവ നേതാക്കൾ തങ്ങളോടൊപ്പം ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്രൈസ്തവ നേതാക്കളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം തന്നെയാണ് കോൺഗ്രസ് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത്. അതേസമയം തന്നെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് SNDP വോട്ടുകളെയും NSS വോട്ടുകളെയും ആകർഷിക്കാനുള്ള തീവ്ര ശ്രമവും നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ കേരള കോൺഗ്രസിനെ മുൻനിർത്തിക്കൊണ്ട് ക്രൈസ്തവ വോട്ടുകളെയും സ്വരൂപിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ BJPയിലും കോൺഗ്രസിലും ഇപ്പോൾ ശക്തമായ സമുദായ പോര് തുടങ്ങിക്കഴിഞ്ഞു. അവ കൃത്യമായി പരിശോധിക്കുമ്പോൾ യാക്കോബായ സഭയുടെ മലങ്കര മെത്രോപൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയസിന്റെ കത്തോലിക്ക സ്ഥാനാരോഹണത്തിനുള്ള കേന്ദ്ര സംഘത്തിൽ BJPയിൽ നിന്നുള്ള യാക്കോബായ പ്രതിനിധിയെ തഴഞ്ഞതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിഷേധമുണ്ട്. BJP മൈനോറിറ്റി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ KP പോൾ യാക്കോബായ സഭാംഗമാണ്. മാത്രമല്ല യാക്കോബായ സഭാ മാനേജ്മെന്റ് കമ്മിറ്റികളിലും അംഗമാണ് അദ്ദേഹം. ഈ സഭയിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന BJP നേതാവും മൈനോറിറ്റി മോർച്ച നേതാവുമാണ് പോൾ. പക്ഷേ RC വിഭാഗത്തിൽ നിന്നുള്ള അൽഫോൺസ് കണ്ണന്താനവും അടുത്തിടെ പാർട്ടിയിലെത്തിയ ഷോൺ ജോർജുമാണ് കേന്ദ്ര സംഘത്തിൽ ഇടം പിടിച്ചത്. ഒപ്പം കോൺഗ്രസ് MPയും സഭാംഗവുമായ ബെന്നി ബെഹനാന് സംഘത്തിൽ ഇടം നൽകുകയും ചെയ്തു. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും സംഘത്തിലുണ്ട്. മാർച്ച് 25-ന് ലെബനനിലെ പാത്രിയാർക്ക അരമനയോട് ചേർന്നുള്ള സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് വരുന്നത്. V മുരളീധരന്റെ ഇടപെടലിലാണ് ഷോൺ ജോർജിന് സംഘത്തിൽ ഇടം ലഭിച്ചത് എന്നതാണ് BJPയിൽ ഒരു വിഭാഗത്തിന്റെ ആരോപണം. മധ്യ കേരളത്തിൽ ഉൾപ്പെടെ ക്രൈസ്തവ സഭകളിൽ നിന്നും ഇപ്പോൾ BJPയിലേക്ക് പുതിയ അംഗങ്ങൾ ചേരാൻ മടിക്കുന്നതിനുള്ള കാരണം PC ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും പാർട്ടിയിലെ സാന്നിധ്യമാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു. മുൻപ് SDPIയുമായി ചേർന്ന് കാലങ്ങളോളം വർഗീയ കാടിയിറക്കിയ ജോർജ് ഇപ്പോൾ ക്രൈസ്തവ സംരക്ഷകൻ എന്ന പേരിൽ അവതരിച്ചിരിക്കുന്നതിനെതിരെ വിശ്വാസികൾക്കിടയിൽ തന്നെ കടുത്ത അമർഷമുണ്ട്. അതിനാൽ തന്നെ ഇരുവരെയും പാർട്ടിയിൽ അധികം പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന റിപ്പോർട്ട് പല നേതാക്കളും പാർട്ടിയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്.
അതിനിടെയാണ് യാക്കോബായ സഭ കത്തോലിക്കയുടെ സ്ഥാനാരോഹണത്തിൽ കോൺഗ്രസുകാരനായ യാക്കോബായ സഭാംഗത്തെ ഉൾക്കൊള്ളിക്കുകയും സഭാംഗമായ BJP നേതാവിനെ തഴയുകയും ചെയ്തതെന്നത് വിവാദമായിരിക്കുന്നത്. ഫലത്തിൽ യാക്കോബായ സഭാംഗമായ കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ MP ഉൾപ്പെട്ടതോടെ ഇപ്പോഴത്തെ കേന്ദ്ര സംഘത്തെ നിശ്ചയിച്ചതുകൊണ്ട് കോൺഗ്രസിന് ഗുണവും BJPക്ക് ദോഷവുമാണ് ഉണ്ടായിരിക്കുന്നത്.